സമ്മേളനം നടക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു SFIO നീക്കം ഉണ്ടാകുന്നത്. അതെല്ലാം നിങ്ങൾക്കാണ് വിശകലനം ചെയ്ത് നിഗമനത്തിലെത്താൻ പറ്റുക. പാർട്ടി മുൻനിശ്ചയ പ്രകാരം തന്നെയാണ് ഇതൊരു പാർട്ടിയുമായി ബന്ധമില്ലാത്തൊരു കേസ് എന്ന നിലയിലാണ്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ. ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിഫല ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആസൂത്രിതമാണത് എന്ന് വേണം ഊഹിക്കാൻ. പാർട്ടി കോൺഗ്രസ് ഇടയ്ക്ക് ഇത് വന്നതിനകത്ത് എന്തെങ്കിലും കൂടുതൽ സംശയിക്കുന്നുണ്ട്? പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് മാത്രമല്ല, പിണറായി വിജയനും സ്റ്റാലിനും രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. ആ ദിവസം നോക്കിയിട്ടാണ്. ആ സെമിനാറോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഫെഡറൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ ഉത്കണ്ഠയുള്ളവർക്കും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പം അതിൽ നിന്ന് ശ്രദ്ധ മുഴുവൻ തിരിച്ചുകൊണ്ടു പോകുക എന്നുള്ള ഉദ്ദേശം ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും അഞ്ജിത MA ബേബി സംസാരിക്കുകയായിരുന്നു. ചിലപ്പോൾ പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി അയക്കാൻ സാധ്യതയുള്ള ഒരാളാണ് MA ബേബി. ഗൂഢാലോചനയാണ്, മറ്റു താല്പര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള രണ്ടുപേരും പറയുന്നത് അതാണ്. ഞങ്ങളിങ്ങനെ കിടുക്കി നിൽക്കുമ്പോൾ ഞങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടേതെന്നാണ് പറയുന്നത്.